നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിലെ അനക്കപ്പള്ളിക്ക് സമീപം ട്രെയിനിൽ തീപിടിച്ചു അപകടം, ഒരാൾ മരിച്ചു. എറണാകുളത്തേക്കുള്ള ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 1:30 അനക്കപ്പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. B1, M2 എന്നീ 2 AC കോച്ചുകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. തൃച്ചിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3 വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിൽ നിന്നും രക്ഷപ്പെട്ടത്. 53 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ബാംഗ്ലൂർ യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ വിവാദത്തിൽ പരിഹാരമായി. 180 ഫ്ളാറ്റുകൾ നൽകാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം നാട്ടുകാരെ അറിയിക്കും. 200ഓളം വീടുകളാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത്. മലപ്പുറം പൊന്നാനിയിൽ കല്ല് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സുകാരന് ദാരുണാന്ത്യം. കുട്ടി മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കല്ല് വായിലിട്ടത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ ചങ്ങരകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിച്ചു. കൊച്ചി ക്യൂൻസ്വേയിൽ അർദ്ധരാത്രിയിൽ കാറുകളുടെ മത്സര ഓട്ടത്തിനെ തുടർന്ന് 3 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിലെ സ്ഥിരം കാഴ്ചയാണിത്. രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിലായാണ് മത്സരയോട്ടം നടത്തുന്നത്. പോലീസ് പരിശോധനയിൽ ഗുരുതരമായ നിയമലംഘനമാണ് കണ്ടെത്തിയത്. രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം ജനങ്ങളുടെ ജീവന് ഭീഷണിയായതിനാലാണ് പോലീസിന്റെ ഈ നടപടി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.